മാസം വീഡിയോയിൽ 1.5 സെൻറ്റ് ഭൂമിയിൽ 5 കായ്ക്കുന്ന മാവും 3 പ്ലാവ് കായ്ക്കുന്നത് 3 പേര മുരിങ്ങ അങ്ങനെ എക്സ്ട്രാ ഇട്ടായിരുന്നു. ആ വീഡിയോ കുറച്ചധികം ആൾക്കാർ കണ്ടിരുന്നു. അന്ന് ഈ പ്ലാവ് ചക്ക തീർന്നിട്ട് രണ്ടാമത് പോളിട്ടേക്കായിരുന്നു. ഇത് വിയറ്റ്നാം സൂപ്പർ ഏളി എന്ന പ്ലാവാണ്. വീഡിയോയിലൊക്കെ നല്ല അടിപൊളി പ്ലാവാണ്. ഇപ്പോൾ നമ്മളിത് വയ്ക്കുകയാണെങ്കിൽ അടുത്ത വർഷം ഇതുപോലെ സമയത്ത് നമുക്ക് ഇഷ്ടംപോലെ ചക്ക ഇതുപോലെ കിട്ടും. നിങ്ങളിത് വെച്ചിട്ട് 1 വർഷം കൊണ്ട് തന്നെ ഇത് കായ്ച്ചു നോക്കൂ. അടി മുതൽ മുടി വരെ കട മുതൽ തല വരെ ഇതേപോലെ ചക്ക ഉണ്ടാവും. നോക്കൂ, എല്ലാവിടെ ചുറ്റുവട്ടം ഇങ്ങനെ ചക്ക. അന്ന് ഒരു മാസമാകുമ്പോൾ തന്നെ ഇതുപോലെ ചക്ക ഉണ്ടായിരിക്കുകയാണ്. ഞാനിതെല്ലാം തന്നെ പ്ലാസ്റ്റിക് കവർ ഇതൊക്കെ വെച്ചിട്ട് കെട്ടിപ്പൊക്കി വെച്ചിരിക്കുകയാണ്, താഴെ വീഴാതിരിക്കാനാണ്. എന്നതിന് ചക്ക ഉണ്ടാവും. നമ്മൾ ശ്രദ്ധിക്കുന്നത് ഇതുപോലെ പ്ലേറ്റ് പോലെ കാണും. ഉണ്ടാവുന്ന ചക്കയും അതുപോലെ പ്ലേറ്റ് പോലെ കാണും. അതിങ്ങനെ മുള്ള് തരാന്നിരിക്കും. ഇല്ല, ഇതിൻ്റെ ഉണ്ടാവും. ഇതുപോലെ ഇരിക്കും. നേരെ മറിച്ചും നമുക്ക് പിടിക്കാത്ത ചക്കയാണെങ്കിൽ ഇതുപോലെ മിനുസണായിരിക്കും. ഇങ്ങനെ പ്ലേറ്റ് ഒന്നും ഉണ്ടാവില്ല അതിൻ്റെ അടിയിൽ. ഇത് പിടിക്കാത്തൊരു ചക്കയാണ്. ഇത് നാഴിച്ചക്ക എന്ന് പറയും. ഇതിനെ ഞാനെന്ന് വെച്ചാൽ കവർ ചെയ്യും. പഴുക്കാറും പ്രാണികളുടെ ശല്യത്തിന് രക്ഷപ്പെടാൻ വേണ്ടി കവർ ചെയ്യാറുണ്ട്. എൻ്റെ പ്ലാവ് വർഷത്തിൽ 3 പ്രാവശ്യം കായ്ക്കും. ഇതിൻ്റെ ചക്ക നല്ല നിറമുള്ളതും നല്ല മധുരമുള്ള നല്ല വലിപ്പം നല്ല കട്ടിയുള്ള ചുളയുള്ള ചക്കയാണിത്. ഒരു വീടിൻ്റെ അത്യാവശ്യ ആവശ്യങ്ങൾക്ക് ഇത് ഉപകരിക്കും. പിന്നെ ഇതിൻ്റെ ചക്കയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ മുള്ള് മാത്രം നമുക്ക് കറി വയ്ക്കാൻ കളയേണ്ട, കറി ബാക്കി പൂഞ്ഞടക്കം എല്ലാം ഉപയോഗിക്കാം. പിന്നെ പഴുക്കുകയാണെങ്കിൽ മുള്ളും ആ കുഞ്ഞു മാറ്റിയ പഴുത്ത് മടലിൻ്റെ ഉള്ളടക്കം ചക്കച്ചുള്ളയുടെ സ്വാദാണ്. ഇതിൻ്റെ ഭയങ്കര രസമാണ് കേട്ടോ. ഇത് കഴിക്കുക. എല്ലാവരും ഇതൊന്ന് വെച്ച് നോക്കുക. ഒരുപാട് വലുതായിട്ടൊന്നും ഇത് വളരാതിരിക്കും. നമുക്ക് പ്രൂണിങ് ചെയ്ത് ഉപയോഗിക്കാം. പിന്നെ ഇതിന് വേറൊരു ഇതെന്ന് വെച്ചാൽ ഒരു ചെറിയ ഡിഫക്റ്റ് ഉണ്ട്. മഴക്കാലങ്ങളിൽ ഇതിൽ വെള്ളം കയറും. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ മഴക്കാലം ആകുമ്പോൾ ഇത് നമ്മൾ നേരത്തെ തന്നെ ഇടിച്ചക്കയ്ക്കോ അല്ലെങ്കിൽ കറിക്കൊക്കെ അത്യാവശ്യം പഴുക്കാൻ വെച്ചിട്ട് നല്ല ഇങ്ങനെ ചെറുതിലെടുക്കുന്ന ചക്കകൾക്ക് കൊണ്ടിട്ട് ഒരുപാട് ചക്ക ഉണ്ടാവും. എന്ത് സാധനമായാലും നമ്മൾ അധികം പഴുക്കാതെ നോക്കാതെ എടുത്താൽ നല്ലപോലെ ചക്ക ഉണ്ടാവും. അല്ലേ, കാക്കകൾക്ക് ഭക്ഷണമൊക്കെ കൊടുക്കാണ്ട് ഒരുപാട് കാക്കകൾ ഇതുപോലെ നമ്മൾ കാണുമ്പോഴേക്കും അടുത്തൊന്നതുപോലെ ഒച്ചുണ്ടാക്കി ഭക്ഷണത്തിന് വേണ്ടിയാണ് ഇത്. ഇവിടെ വരുന്ന എല്ലാ ഇങ്ങനെ കിളികൾക്കും ചാക്കകൾക്ക് ഭക്ഷണം ഇട്ട് കൊടുക്കും. വെള്ളം വെച്ചുകൊണ്ട് ഇവർ ചുറ്റുപാട് എല്ലാവരും നമ്മൾ എന്തിനു പോയാലും ഇവിടെ പുറത്തുണ്ടായി ഇതുപോലെ വെച്ചെടുത്തുകൊണ്ടിരിക്കും. ഭക്ഷണത്തിന് വേണ്ടിയാണ്. നോക്കൂ, ഈ ചക്ക ഇതുപോലെ ഉണ്ടാവും. പിന്നെ എന്താണെന്ന് പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് ഒത്തിരി ഉണ്ടാവുന്നത് കൊണ്ട് തന്നെ കുറച്ചത് പൊഴിച്ച് കളയും. അവറ്റുകളുടെ സേഫ്റ്റിക്ക് വേണ്ടി, ആരോഗ്യത്തിന് വേണ്ടി ആയിരിക്കാം. അല്ലെങ്കിൽ ആൾക്കാർ നടത്തി കളയാറുണ്ട് ചക്ക വലുതാവാൻ. ഇത് ഒത്തിരി വലുത ചക്ക എന്ന് പറയാൻ സാധിക്കില്ല. മീഡിയം ചക്കയിൽ. പിന്നെ ഈ പ്ലാവ് 1 വർഷം കൊണ്ട് കാഴ്ചകൊണ്ട് വളരെ വണ്ണം കുറഞ്ഞ ചെറിയ പ്ലാവാണിത്. ഞാനതിപ്പോൾ ഇത് പ്രൂണിങ് ചെയ്ത് നിർത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഉണ്ടായി തുടങ്ങുന്നുള്ളൂ കേട്ടോ. ചക്ക ഉണ്ടായി തുടങ്ങുന്നേ ഉള്ളൂ. ഞാനിത് മുകളിൽ നിന്ന് തന്നെ താഴേക്ക് വലിച്ചു കെട്ടിയിരിക്കുന്നത് താഴെ വീണ് ചീഞ്ഞ് പോകാതിരിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ മഴക്കാലത്ത് നമ്മൾ മാത്രമാണ് ഇതിൻ്റെ ഒരിത്തിരി ബുദ്ധിമുട്ടുള്ളത്. മഴക്കാലത്ത് ഇതിൽ ചുളയിലുള്ളിൽ വെള്ളം കയറി ഇരിക്കുന്നതുകൊണ്ട് തന്നെ നേരത്തെ അതിനെടുത്ത് നമ്മൾ കറിക്കോ ഞാൻ പറഞ്ഞില്ല, നേരത്തെ ഇടിച്ചക്കൊക്കെ എടുത്താൽ ഇഷ്ടം പോലെ പിന്നെ അതിന് ഉണ്ടായിക്കൊണ്ടിരിക്കും. ഒരെണ്ണം തീരുന്നതിനനുസരിച്ച് ഇന്നിപ്പോൾ ഈ ഓരോ ഞെട്ടിലും ഇത് ഉണ്ടായിക്കൊണ്ട് ഓരോ ചെനപ്പിലും ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ചക്ക ഓരോ ചെനപ്പിലും ഇത് പിടിച്ച് വരുന്നേ ഉള്ളൂ, പൂത്ത് വരുന്നേ ഉള്ളൂ കേട്ടോ. അടുത്ത ദിവസം മേടിച്ച പ്ലാവാണ്. സിദ്ധുവാണിത്. ഇതിൻ്റെ ചക്കച്ചോളം കടും ചുമപ്പ് നിറമാണ്. നല്ല വലിയ ചുളിപ്പത്തെ കട്ടി ചുമപ്പുള്ള ചക്കയാണ്. നമ്മുടെ ഇന്ത്യയുടെ കേരളത്തിൻ്റെ ആവശ്യത്തിൽ ഇണങ്ങുന്ന ഒരു പ്ലാവാണ് ചക്ക എന്ന് പറഞ്ഞിട്ടാണ് ഇത് വാങ്ങിച്ചിരിക്കുന്നത്. ഞാൻ ഈ കാലാപ്പാടി എന്ന് പറഞ്ഞ മാവ്. പിന്നെ ഇതേ പറയണ ഇല കണ്ടോ? ഈ ഇലകൾക്ക് ചുരുണ്ട് വളഞ്ഞിരിക്കുന്ന ഒരു പിരിഞ്ഞ പോലെ നമ്മൾ വിചാരിക്കും വാട്ടം വരികയാണെന്ന് വിചാരിക്കും. ഇപ്പോൾ വാങ്ങിച്ചു കൊണ്ടുവന്ന് വെച്ചിട്ടുള്ളൂ. ഇനി ഇവിടെ സ്ഥലമില്ല, ഞങ്ങൾ ഇവിടുന്ന് വെക്കണം. ഇനി ഈ മാവ് നോക്കിക്കേ, ഇത് ഇപ്പോൾ കൊണ്ടുവന്നത് കവർ പേര് ഞാൻ മാവിന്നാണ് ഇതിൻ്റെ പേര്. ഇത് രണ്ടത് കവറിൽ കൊണ്ടുവന്ന് വെച്ചിട്ടുള്ളൂ, വെക്കാറായിട്ടില്ല. അപ്പോൾ ഇതിൻ്റെ പുതിയ ശിഖരങ്ങളൊന്നും കൊണ്ടുവച്ചപ്പോൾ ഇത് ഞാൻ പോകാതിരിക്കുന്നതിന് വേണ്ടി ഇതിലെന്തെങ്കിലും മരുന്ന് ഇങ്ങനെ ഒഴിച്ചിങ്ങനെ ഇല വെട്ടി പോകാതിരിക്കാൻ വേണ്ടി ഇങ്ങനെ ചെയ്ത് വെച്ചിരിക്കേണ്ട. ഇലയൊന്നും വെട്ടിപ്പോയിട്ടില്ല. ഈ മാസം ഞങ്ങൾക്ക് നടന്നത് നമ്മുടെ കേരളത്തിലെ കാലാവസ്ഥയ്ക്ക് ഏറ്റവും നല്ലൊരു മാവ് തന്നെ ലാംടെക് മായി. പിന്നെ ഇവിടെ
അൽഫോൺസ മാവുണ്ട്. ഇതാണ് കാലാപ്പാടി മാവ്. ഇതിപ്പോൾ കൊണ്ടുവന്ന് വെച്ചിട്ട് പുഴുത്തനിപ്പ് വന്ന് തുടങ്ങണേ ഉള്ളൂ. ഇതാണ് സിദ്ധു വാങ്ങിയ നല്ല ഇത് ചുരുണ്ട് പിരിഞ്ഞിരിക്കുമ്പോൾ കണ്ടാൽ തോന്നും ഇത് വാടി പോകുന്നു. ഇത് വർഷത്തിൽ 3-4 കട്ടും ചൊമ്പലൊക്കെയാണ് കേട്ടോ. ഞാൻ റബ്ബിയൊക്കെ പൂത്ത് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇതൊക്കെ കായ്ച്ചു, നല്ല അടിപൊളി ആയിട്ട് കായ്ച്ചു നിൽപ്പുണ്ട്. റോഡിലേക്കാണ് നിൽക്കുന്നത്. ഫോൺ പിടിച്ചിട്ട് ഞാൻ വീഡിയോ പിടിക്കുന്നത് ചെറിയ ഡിഫക്റ്റുകളൊക്കെ ഉണ്ട് കേട്ടോ. നിങ്ങളോട് പറഞ്ഞിട്ട് എല്ലാം ചെയ്ത തെറ്റാണെന്നറിയാം. പക്ഷേ ഇത് നിറച്ചും ഞാൻ വീട്ടിലെ മാവിൻ്റെ ഉണ്ടായിരിക്കുന്നതാണ്. ഇത് മറ്റുള്ളവർ പറമ്പിലേക്ക് റോഡിലേക്ക് ഉണ്ടായിരിക്കുന്നത് കണ്ടോ. നല്ല പോലെ നല്ല റബ്ബിട്ടാണ് നമുക്കിൽ കിഴങ്ങ് നല്ല മധുരമുള്ളതാണ്. സ്ഥലമില്ലാന്ന് വെച്ചാൽ ഇതൊന്നും കൃഷി ചെയ്യാതിരിക്കരുത് കേട്ടോ. എല്ലാവർക്കും കൃഷി ചെയ്ത് 1.5 സെൻറ്റ് ഭൂമിയിലാണ് എൻ്റെ ഇതിൽ കൃഷി. കണ്ടിട്ട് ആ വീഡിയോത്ത് കണ്ടു വെക്കുക എല്ലാവരും. എല്ലാവരും ഇത് കാണട്ടെ, ഷെയർ ചെയ്യണം. എല്ലാവരും നമുക്ക് ഇത്തിരി സ്ഥലമില്ലെങ്കിലും അവിടെ ഇതുപോലെ ഒരു വിയറ്റ്നാം വെൽപ്ലാവെങ്കിലും വാങ്ങിച്ചൊക്കെ ശ്രദ്ധിക്കണം. അവിടെ ആവശ്യത്തിന് ചക്ക നമുക്ക് കിട്ടും.